റാഷിദ് അണ്ണൻ ഭരണം ഏറ്റെടുത്ത് പിന്നെയാണ് ദുബായ് സ്വിച്ച് ആയത്. റാഷിദ് അണ്ണൻ എന്താ ചെയ്താ അറിയോ? നേരെ ഈ പറയുന്ന ലണ്ടന്, അതുപോലെ ബ്രിട്ടീഷ്, അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ ചെന്നിട്ട് അവിടുത്തെ ചരക്ക് സംവിധാനം എങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ് പൈസ വരുന്നത്, അവിടെ എങ്ങനെയാണ് റവന്യൂ ജനറേറ്റ്, ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് നേരെ ദുബായിൽ വന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ നമ്മളെ ക്രീക്കില്ലേ, അറിയാലോ, ക്രീക്ക് ദുബായിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി കിടക്കാം. മൂപ്പര് എന്താ ചെയ്തെന്ന് വെച്ചാൽ ആദ്യം അതിലൂടെ ചെറിയ കപ്പലും ചെറിയ ചരക്ക് സംവിധാനമൊക്കെ നടക്കുള്ളേ. മൂപ്പര് എന്താ ചെയ്തെന്ന് വെച്ചാൽ അതിലൂടെ വലിയ കപ്പൽ വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതുപോലെ ആ പോർട്ടിലോട്ട് എത്താനുള്ള ഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ തുടങ്ങി. അപ്പം അറിയാലോ, ഇത്രയും വലിയ ഡെവലപ്മെന്റ് നടത്തുക, അപ്പൊ ചെറിയ പൈസയിലൊന്നും നടക്കൂല. പുള്ളിക്കാരൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഫണ്ട് ഇറക്കാൻ തുടങ്ങി. അങ്ങനെ ഫണ്ട് ഇറക്കി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദുബായിൽ ഓയിൽ കണ്ട്. കുറെ ആൾക്കാർ വിചാരമുണ്ട് ദുബായ് ഓയിൽ വെച്ചിട്ടാണ് അല്ലല്ല, ദുബായിൽ കണ്ടു. പക്ഷെ ഈ അബുദാബി ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വെച്ചിട്ട് ദുബായിൽ 1%, അതായത്